ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ വെനിസ്വേലയിൽ 1900-ന് ശേഷം ഉണ്ടായ ഏറ്റവും വലിയ ഭൂമികുലുക്കം സംഭവിച്ചിരിക്കുകയാണ്. അതും ഒന്നല്ല, 2 തവണ, മിനിറ്റുകൾക്കിടയിൽ 2 തവണയാണ് അതിഭീകരമായ ഭൂമികുലുക്കം സംഭവിച്ചത്. ആദ്യം റിച്റ്റർ സ്കെയിലിൽ 7.2 രേഖപ്പെടുത്തിയതും പിന്നീട് മിനിറ്റുകൾക്കകം 7.5 രേഖപ്പെടുത്തിയതും. കാരക്കാസ് എന്ന നഗരത്തിലാണ് ഈ ഭൂമികുലുക്കം ഉണ്ടായത്. അതിൻ്റെ പ്രകമ്പനം ബ്രസീലിൽ പോലും അനുഭവപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇത്തരത്തിൽ അതിഭീകരമായ ഒരു ഭൂമികുലുക്കം സംഭവിച്ചപ്പോൾ ആ നഗരം തന്നെ ഏതാണ്ട് നാമാവശേഷമായ അവസ്ഥയിലാണ്. ആയിരക്കണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ഇപ്പോൾ അറിയുന്ന കണക്കനുസരിച്ചിട്ട് 235 പേരാണ് മരിച്ചതായി കാണുന്നത്. പക്ഷേ ഈ സംഖ്യ ഇനിയും എത്രയോ ഉയരാൻ സാധ്യതയുണ്ട്. വെനിസ്വേലയെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമികുലുക്കങ്ങൾ സാധാരണമാണ്. മിക്കവാറും ആ 2-3 വർഷങ്ങൾക്കിടയിൽ റിച്റ്റർ സ്കെയിലിൽ 5.5 രേഖപ്പെടുത്തിയിട്ടുള്ള ഭൂമികുലുക്കങ്ങൾ ഉണ്ടാവാറുണ്ട്. കാരണം വെനിസ്വേല നിലകൊള്ളുന്നത് ഈ ഭൂമികുലുക്ക സാധ്യതയുള്ള ഒരു പ്രദേശത്താണ്. ഈ ഭൂമി അടിയിലെ പ്ലേറ്റുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്നതിൻ്റെ ഫലമായിട്ടാണ് ഈ ഭൂമികുലുക്കം സംഭവിക്കുന്നത്. അതിന് ധാരാളം ഭൂമികുലുക്ക സാധ്യതയുള്ള, ഇപ്പോഴും ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഭൂഖണ്ഡമാണ് ലാറ്റിൻ അമേരിക്ക. അപ്പോൾ ഈ സാധ്യതകൾ വളരെ കൂടുതലാണ്. എന്നാൽ ഇതിന് പ്രതിവിധിക്കായിട്ട് ആവശ്യമായിട്ടുള്ള മുൻകരുതലുകൾ ആ രാജ്യത്തുണ്ടായിരുന്നില്ല. കാരണം വളരെയധികം സാമ്പത്തിക രാഷ്ട്രീയ അനിശ്ചിതത്വവും നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് അത്. അതിനാൽ തന്നെ ആവശ്യമായിട്ടുള്ള ദുരന്ത നിവാരണ സംവിധാനങ്ങളുടെ കുറവ് മൂലം ഈ രാജ്യത്ത് ഈ അപകടങ്ങളിലൂടെ മരണസംഖ്യ ഉയരാനാണ് സാധ്യത. ലോകത്തെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും സഹായ വാഗ്ദാനങ്ങൾ വെനിസ്വേലയിലേക്ക് പ്രവഹിക്കുന്നുണ്ട്. പക്ഷേ ഈ രക്ഷാപ്രവർത്തനം അവിടെ ദുഷ്കരമാക്കുന്നത് നിലവിൽ അവിടെയുള്ള ആശുപത്രി സംവിധാനങ്ങൾ പോലും തകർന്നു പോയിരിക്കുന്നു. ഈ ഭൂമികുലുക്കമുള്ള പ്രദേശത്ത് എത്തിച്ചേരാനും അതുപോലെ തന്നെ അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ നടത്താനും വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകളാണ് റെസ്ക്യൂ സേന അഭിമുഖീകരിക്കുന്നത്. ഇന്ന് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും സഹായങ്ങൾ വെനിസ്വേലയിലേക്ക് എത്തുന്നുണ്ട്. പക്ഷേ അതേസമയം തന്നെ ഈ ദുരന്തത്തിൽപ്പെട്ടവരെ രക്ഷിക്കുവാൻ ഇനിയും ദിവസങ്ങൾ വേണ്ടി വന്നേക്കും. വെനിസ്വേല ധാരാളം വിദേശസഞ്ചാരികൾ എത്തുന്ന ഒരു പ്രദേശമാണ്. കാരണം ധാരാളം പ്രാചീനകാല സ്മാരകങ്ങളുള്ള ഒരു പ്രദേശം കൂടിയാണ് വെനിസ്വേല. അതിനാൽ തന്നെ ഇപ്പോൾ എത്ര ആളുകളൊക്കെ വിദേശ സഞ്ചാരികളുണ്ട്, മറ്റു രാജ്യങ്ങളിൽ എത്ര പേര് അവിടെ ഈ ദുരന്തത്തിൽ പെട്ടിട്ടുണ്ട് എന്ന് ഇപ്പോഴും വ്യക്തമല്ല. പക്ഷേ അതേസമയം ഒരു കേബിൾ കാറിൽ കുടുങ്ങിപ്പോയ വിദേശ സഞ്ചാരികളെ രക്ഷപ്പെടുത്തിയായിട്ടുള്ള വാർത്തയും വരുന്നുണ്ട്. ഈ ദുരന്തം വെനിസ്വേല എന്ന് പറയുന്ന ഒരു വികസ്വര രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ ഉള്ള ഒരു പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ രാജ്യത്ത് പൊതുവേ ആളുകൾ കാർഷിക വൃത്തിയൊക്കെ ആയിട്ട് കഴിയുന്ന ആളുകളാണ്. അതുപോലെ ഈ വീടുകളൊന്നും തന്നെയും ദുരന്ത പ്രതികരണ ശേഷിയുള്ള വീടുകളൊന്നുമല്ല. ധാരാളം ആളുകൾ ഇപ്പോൾ കരക്കാസ് പോലുള്ള വലിയൊരു നഗരത്തിൽ ധാരാളം ആളുകൾ ചെറിയ ചെറിയ വീടുകളിൽ പലപ്പോഴും ഒരു ചേരിപ്രദേശം പോലെയാണ് കഴിയുന്നത്. അപ്പോൾ അതിനകത്തൊക്കെ എത്രയധികം ആളുകൾക്ക് അപകടം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ആലോചിക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് നമുക്ക് വിഷമവും സങ്കടമൊക്കെ വരുന്ന കാര്യമാണ്. കാരണം സാധാരണ ജനങ്ങൾ, പ്രത്യേകിച്ച് ദരിദ്രാവസ്ഥയിലുള്ള ആളുകളാണ് ഈ ദുരന്തത്തിൽ ചെന്ന് പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ഉള്ള ഒരു പ്രധാനപ്പെട്ട നല്ല കാര്യം, ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ഈ അപകടത്തിന് ആവശ്യമായ സഹായം ചെയ്യാമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുമായിട്ട് നേരിട്ട് ബന്ധമുള്ള സ്പെയിൻ, ഫ്രാൻസ്, ഇറ്റലി, മെക്സിക്കോ, ബ്രസീൽ, ക്യൂബ തുടങ്ങിയ എല്ലാ രാജ്യങ്ങളും, തൊട്ടടുത്ത് കിടക്കുന്ന കൊളംബിയ എല്ലാം തന്നെ സഹായ സഹകരണങ്ങളുമായിട്ട് എത്തിയിട്ടുണ്ട്. പിന്നെ US-ഉം ഇതുപോലെ തന്നെ ആവശ്യമായ രക്ഷാ സജ്ജീകരണങ്ങൾക്ക് തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ദുരന്തത്തിലൂടെ പഠിക്കുവാനുള്ളത്, ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഏത് രാജ്യത്തും എപ്പോഴും സംഭവിക്കാം. ഇത് ഒരിക്കലും മുൻകൂട്ടി കാണാനാവുന്ന ഒരു പ്രതിഭാസമല്ല. പക്ഷേ വെനിസ്വേല പോലുള്ള രാജ്യത്ത് ഭൂമികുലുക്കങ്ങളുടെ ഒരു സ്ഥിരം പ്രതിഭാസമായുള്ളിടത്ത് നേരത്തെ തന്നെ അതിനുള്ള മുൻകരുതലുകൾ ഉണ്ടാവേണ്ടതായിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള മുൻകരുതലുകൾ ഉണ്ടായിട്ടില്ല. ഇത്തരത്തിലുള്ള വലിയ മാഗ്നിറ്റ്യൂഡിലുള്ള ഒരു ഭൂമികുലുക്കം, ഇപ്പോൾ 7.2 റിച്റ്റർ സ്കെയിലുള്ള ഒരു ഭൂമികുലുക്കം ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അത് വളരെ വിനാശകരമാണ്. അതിൻ്റെ കൂടെയാണ് ഏതാനും മിനിറ്റുകൾക്കപ്പുറം
വീണ്ടും 7.5 റിക്ടർ സ്കെയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഭൂമികൾക്ക് ഉണ്ടായത്. അപ്പോൾ ഒരു തുടർച്ചയായിട്ട് ഇത്തരത്തിലുള്ള വലിയ 2 ഭൂചലനങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രദേശത്ത് സംഭവിക്കാവുന്ന എന്താണെന്നുള്ളത് നമുക്ക് ഊഹിക്കാനാവും. ആദ്യത്തെ ഭൂമികുലുക്കത്തിൽ തകർന്ന നിൽക്കുന്നതെല്ലാം തന്നെ രണ്ടാമത്തെ ഭൂമികുലുക്കത്തോട് പൂർണ്ണമായി തകരുകയും മരണസംഖ്യയും അതുപോലെ നാശനഷ്ടങ്ങളും വളരെയധികം വർദ്ധിക്കുകയും ചെയ്യും. ഇനി നമുക്ക് രക്ഷാപ്രവർത്തനങ്ങൾ എങ്ങനെ ലോകരാഷ്ട്രങ്ങൾ ഏകോപിപ്പിക്കുന്നു എന്നുള്ളതാണ് കാണാനുള്ളത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ എല്ലാ ലോകരാഷ്ട്രങ്ങളും ഈ കാര്യത്തിൽ അവരെ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യാമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇറാൻ അവരുടെ സൈന്യത്തിൻ്റെയും അതുപോലെ മറ്റു പാരാമിലിറ്ററി ഗ്രൂപ്പുകളുടെയും സേവനം നൽകാമെന്നും ഈ യുദ്ധത്തിൻ്റെ അവസ്ഥയിൽ പോലും പറഞ്ഞിട്ടുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇറാൻ തന്നെ വലിയൊരു യുദ്ധത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന സമയത്ത് അവർ ഈ സഹായം വാഗ്ദാനം ചെയ്തത് അങ്ങേയറ്റം മാനുഷികമാണ്. അതുപോലെ ലോകത്തെ എല്ലാ രാജ്യങ്ങളും ചൈനയായാലും റഷ്യ ആയാലും ഇന്ത്യ ആയാലും ഒക്കെ തന്നെ ദുരന്തത്തിൽ ആവശ്യമായ സഹായ സഹകരണങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് യുദ്ധം മൂലം ആളുകൾക്ക് വലിയ കെടുതി വരുത്തി വെക്കുന്ന രാഷ്ട്രങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്തരത്തിലുള്ള ഒരു ചെറിയ ഭൂമികുലുക്കം ഒരു പ്രകൃതിയുടെ ഒരു താണ്ഡവത്തിൽ നശിച്ചു പോകാവുന്നേ ഉള്ളൂ എല്ലാ രാജ്യങ്ങളുടെയും വലിയ ശേഷിപ്പുകളൊക്കെ അങ്ങനെ നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇനി ഈ ലോകരാഷ്ട്രങ്ങൾ അവരുടെ ഈ വളരെ അഗ്രസീവായിട്ടുള്ള ഈ സാമ്രാജ്യ വികസന നയങ്ങൾ കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതെല്ലാം തന്നെ ഒരു നിമിഷം കൊണ്ട് തകർക്കാൻ പ്രകൃതിക്ക് സാധിക്കുമെന്നുള്ളത് ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ടതുണ്ട്.